2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെയും LDF കൺവീനർ TP രാമകൃഷ്ണനെയും പ്രായപരിധിയുടെ പേരിൽ മാറ്റില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയനത്തിന് ഇപ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും LDFനെ നയിക്കുക. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവരാണല്ലോ ഇപ്പോൾ അതിനെപ്പറ്റി മുഖ്യമന്ത്രിമാരെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ പറ്റി ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമിലേക്ക് എന്നുള്ളതാണ്. അല്ലാണ്ട് രമേശ് ചെന്നിത്തല, VD സതീശൻ, PC വേണുഗോപാലൻ അങ്ങനെ 3ാം സ്ഥാനത്ത് അടുത്ത ഗവൺമെൻറ്റിലേക്ക് എന്നുള്ളതല്ല. ഞങ്ങൾ കൃത്യമായിട്ട് കാണുന്നത് LDFൻ്റെ 3ാം ഗവൺമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. UDFനെ സംബന്ധിച്ച് 4ഉം 5ഉം ഇപ്പം മാഷ് പറയാത്ത PK കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പേര് കുറേ ആളുകളുണ്ട്. പക്ഷേ LDFനെ സംബന്ധിച്ച് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഓപ്ഷൻ വേണ്ടപ്പോഴല്ലേ ഓപ്ഷൻ വേണ്ടു. അല്ലാണ്ട് ഇതിനാ ഓപ്ഷൻ വെറുതെ ഓപ്ഷനെ പറ്റി ആലോചിക്കേണ്ട കാര്യം വരുന്നില്ല. അത് നോക്കട്ടെ, അത് വരട്ടെ. ഗവൺമെൻറ് ഭൂരിപക്ഷത്തിലേക്ക് വരികയും ഗവൺമെൻറ് ആര് നയിക്കണം തീരുമാനിക്കുകയും ചെയ്യും. എന്നാൽ പാർട്ടി പ്രായപരിധി കർശനമാക്കുമോ? കർശനമാക്കും. ഒരു വിട്ടുവീഴ്ചയില്ല. ഇല്ല. അതിനകത്ത് ഇപ്പം സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പം EP ജയരാജൻ്റെ കാര്യത്തിലും TP രാമകൃഷ്ണൻ്റെ കാര്യത്തിലും അവർ പാർട്ടി സമ്മേളന കാലയളവിൽ അവർക്ക് 75 വയസ്സാകുന്നില്ല. EPക്ക് മെയിലും TPക്ക് ജൂണിലുമാണ് ആവുക. ആ ഒരു ഇളവ് അവർക്ക് കിട്ടുമോ? അതായത് ഇളവിലെ കാര്യം ഇല്ലല്ലോ. ഞങ്ങൾ ഈ 75 വയസ്സ് പൂർത്തിയായ വരെയാണ് ഒഴിവാക്കുക. പോരെ, പിന്നെ ഇതിനെ വെറുതെ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് മാത്രമല്ല, ആർക്കും സമ്മേളനം തുടങ്ങുന്ന സമയത്ത് 75 കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യം പോലും ഇല്ല. ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഇന്ന ആൾ നിന്നുള്ള പ്രശ്നം നമ്മൾ എടുക്കുന്നില്ല. 75 വയസ്സ് പൂർത്തിയാവാത്ത, നിലവിൽ പൂർത്തിയാക്കാൻ മാസങ്ങളോ അതിന് കൊല്ലങ്ങളോ ഒക്കെ ബാക്കിയുള്ളവരൊക്കെ എടുക്കും. പക്ഷേ 75 വയസ്സ് ആയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നിലനിർത്തിക്കൊള്ളൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടല്ലേ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളെടുക്കും. തുടർഭരണം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ 2 ടേം കർശനമാക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20-നും 25-നും ഇടയിലുള്ള MLA-മാർക്ക് അടുത്ത തവണ മത്സരിക്കാൻ പറ്റില്ല. അപ്പം ആ 2 ടേമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടേമൊന്നും ഞങ്ങളിപ്പം മാറ്റാൻ തീരുമാനിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലയനം കുറേയായി CPI-യുടെ ഭാഗത്തു നിന്ന് ഉയർന്ന് വരുന്നുണ്ട്. അത് ഉടനെ എങ്ങനെ നടക്കാൻ സാധ്യതയുള്ളൂ? ഒരു സാധ്യതയില്ല. അതെന്തുകൊണ്ടാണ്? ഇല്ലായിട്ട് എങ്ങനെ നടക്കുക? അവർക്കിത് അറിഞ്ഞിട്ടും ഇപ്പം മിനിഞ്ഞാന്ന് വിനോയ് വിശ്വം പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞു എറണാകുളത്ത്. അല്ല, അവർക്കറിയില്ലേ നടക്കില്ല? പറയാം. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതവരോട് ചോദിക്കേണ്ടിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു പാർട്ടി എന്ന് ഈ 2 പാർട്ടി ഒറ്റ പാർട്ടിയായിട്ട് പോകുക എന്നുള്ളതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. എപ്പോഴെങ്കിലും നടന്നുകൂടായിയൊന്നുമില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ശ്രീ റഹീസ് റഷീദ് നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ കണ്ടത്. റഹീസ് റഷീദ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിൽ നിന്ന് നമുക്കാര്യം വ്യക്തമാണ്. റഹീസ് റഷീദ്, അതായത് മറ്റു ഓപ്ഷനുകൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറ്റു ഓപ്ഷനുകളെ കുറിച്ച് ഇപ്പോൾ ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിച്ചാൽ പോരെ. ഇപ്പോൾ ഓപ്ഷൻ വേണ്ടതില്ല എന്ന് പറയുന്നതിലൂടെ 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും എന്ന് തന്നെയല്ലേ MV ഗോവിന്ദൻ പറയുന്നത്? ഉറപ്പായിട്ടും MV ഗോവിന്ദൻ്റെ ഉത്തരത്തിൽ നിന്ന് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് LDFനെ, ഇടതുമുന്നണിയെ നയിക്കുക എന്ന കൃത്യമായ സൂചന തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയനാണ് ഞങ്ങളെ 2026 നയിക്കുക എന്ന് MV ഗോവിന്ദൻ എന്നല്ല ഒരു CPM നേതാവിനും പറയാനും കഴിയില്ല. അദ്ദേഹം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ഒരു ആലോചന ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ പോരെ എന്ന ചോദ്യത്തിൽ എന്ന ഉത്തരത്തിൽ കൃത്യമായ മറുപടി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. അതൊരു പക്ഷേ സംസ്ഥാന സമ്മേളനം അടുക്കുന്ന ദിവസമായതുകൊണ്ട് മാത്രമല്ല, കുറേ കാലമായി രാഷ്ട്രീയ കേരളം CPM മാത്രമല്ല മറ്റ്